നമസ്കാരം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ മടുത്തോ അതോ മതിയായോ? പലരും ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും മതിയാവില്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം. കാരണം ജൂയിഷ് ലോബി ആണ് അമേരിക്കയുടെ വ്യവസ്ഥകളെ താങ്ങി നിർത്തുന്നത്. അമേരിക്കയുടെ ഭരണ സംവിധാനത്തെ, കണ്ടുപിടുത്തങ്ങളെ, അവിടുത്തെ വ്യവസായ ലോകത്തെ, ധനകാര്യ മാനേജ്മെന്റ് എല്ലാത്തിലും ജൂയിഷ് ലോബിയുടെ ആഴത്തിലുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ട് ജൂത താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് പൊതുവെയുള്ള നിഗമനം. പക്ഷെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തനായ ഒരാളാണ്. ആര് പറയുന്നതും കേൾക്കുന്ന ഒരാളല്ല. അമേരിക്കയുടെ താല്പര്യം എന്നത് മാത്രമാണ്, ഭാഗികമായി തൻ്റെയും താല്പര്യം എന്നത് മാത്രമാണ് ട്രംപിൻ്റെ ഓപ്പറേഷണൽ ഡൈനമിക്സ്. അങ്ങനെ വരുമ്പോൾ ഏതാനും സംഭവങ്ങൾ എണ്ണിപ്പറയാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ. എന്തുകൊണ്ട് അമേരിക്ക ഒരു തന്ത്രമെന്ന നിലയിലോ ഒരു സാധ്യത എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ശീലമെന്ന നിലയിലോ ഇസ്രയേലിൽ നിന്നും മനഃപൂർവ്വമായി അകലം പാലിക്കുന്നു എന്ന് തോന്നുന്ന സംഭവങ്ങളാണ്. അതേക്കുറിച്ചുള്ള വിവരണമാണ് ഈ ഒരു വിശകലനവും വിവരണവും. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന ഒരു നിഗമനവുമാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ഒന്ന്, ഇസ്രയേൽ അറിയാതെ, ഇസ്രയേലിനോട് സംസാരിക്കാതെ അമേരിക്ക ഹമാസുമായി ഒരു ചെറിയ കരാർ ഏർപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കുന്നൊന്നുമല്ല കേട്ടോ. ഈഡൻ അലക്സാണ്ടർ എന്ന അമേരിക്കൻ പൗരൻ, ചെറുപ്പക്കാരൻ ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈഡൻ അലക്സാണ്ടറെ വിട്ടുകിട്ടാനായി ഹമാസുമായി ഒരു കരാർ. മാത്രമല്ല, വീണ്ടും 4 അമേരിക്കൻ പൗരന്മാർ കൂടി ഹമാസിന്റെ കസ്റ്റഡിയിൽ ഗാസയിലുണ്ട് എന്നാണ് കണക്ക്. അവരെ കൂടി വിട്ടുകിട്ടാനുള്ള സമാന്തരമായ സംസാരം ഇസ്രായേലും ഗാസയും തമ്മിലല്ല, മറിച്ച് അമേരിക്കയും ഹമാസും തമ്മിൽ. അമേരിക്കയ്ക്ക് എങ്ങനെ ഹമാസുമായി സംസാരിക്കാനാവും എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ഇസ്രായേലിൽ ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന, ആഗോള തീവ്രവാദത്തിന്റെ ഒരു കണ്ണി എന്ന് അമേരിക്ക പോലും കരുതുന്ന ഹമാസുമായി എങ്ങനെ അമേരിക്കയ്ക്ക് സംസാരിക്കാനാവും? ഇത് ന്യായമായ ഒരു ചോദ്യമാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ന്യായമായ ഒരു ചോദ്യമാണ്. അതാണ് ഒരു കാര്യം. ഇപ്പോഴും 58ഓളം ബന്ദികൾ ഉണ്ട്. അവരിൽ പലരും ജീവനോടെ കാണില്ല. 10-20 പേര് ജീവനോടെ കാണും. ആ ബന്ദിമോചനം ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേൽ പൗരന്മാരായ 58 പേര്, ആ ബന്ദിമോചനത്തിന് വേണ്ടി ഇപ്പോൾ കാര്യമായ സമ്മർദ്ദം ഒന്നും തന്നെ ഹമാസിന്റെ മേൽ അമേരിക്ക ചെലുത്തുന്നില്ല. മുൻകാലങ്ങളിൽ പറഞ്ഞു വെച്ചു, ഹമാസ് വിമുക്ത ഗാസ ഉണ്ടാകണം, ഹമാസിനെ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗാസയെ റെവീറയാക്കും, ഗാസയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോകണം. ട്രംപ് വീണ്ടും 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 പല പദ്ധതികൾ കൊണ്ടുവന്നു. ഇതൊന്നും തന്നെ നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മൃദു സമീപനം ഹമാസിനോട് സ്വീകരിക്കുന്നു. ഹമാസിനോട് സന്ധിയായി എന്നല്ല, ഒരു മുൻകാലത്തേക്കാൾ മൃദു സമീപനം ഇസ്രായേലിനെ വല്ലാതെ ആലോസരപ്പെടുത്തുന്നു. അതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സീസ് ഫയർ വിത്ത് ഹൂതീസ്. ഹൂതി വിമതർ, യമനിലെ ഹൂതി വിമതരുമായി അമേരിക്ക ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നു. അമേരിക്കൻ കപ്പലുകളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഹൂതികൾ ആക്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇസ്രയേലിലേക്ക് പോകുന്ന ഇസ്രയേലിന്റെ ഹൈഫ തുറമുഖം ചെങ്കടൽ തുറമുഖമാണ്. ഇസ്രയേലും ടെലവീവും ഒക്കെ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ തീരത്തുള്ള മേഖലകളാണ്. അതല്ല, ഹൈഫ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുകൾ, ഇസ്രയേലിന്റെ ചെങ്കടൽ തുറമുഖത്തേക്കും ഹൈഫ തുറമുഖത്തേക്കും ഒക്കെ പോകുന്ന കപ്പലുകൾ ആക്രമണ വിധേയമാകുന്നു ഹൂതികളുടെ ഭാഗത്ത് നിന്ന്. അതേസമയം അമേരിക്കൻ ഷിപ്സിനെ വെറുതെ വിടുകയും ചെയ്യുന്നു. ഇതെന്തൊരു കളിയാണ്? അതൊരു വലിയ ഇതാണ്. അപ്പൊ ഹൂതികൾ നിരന്തരമായി, ഇപ്പം ടെല്ലവീവിലെ ബെൻഗൂരിയൻ എയർപോർട്ടിന് നേരെ കഴിഞ്ഞ ദിവസവും ഹൂതി മിസൈൽ ആക്രമണം ഉണ്ടായി. അപ്പം നിരന്തരം ചൈനീസ് നിർമ്മിതമോ അല്ലെങ്കിൽ ഇറാനിയൻ നിർമ്മിതമായ ഈ ശബ്ദാതിവേഗത്തുള്ള മിസൈലുകൾ ഹൂതികളുടെ കൈവശമുണ്ട്. അത് വീണ്ടും വീണ്ടും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുകയും മുൻകാലങ്ങളിൽ സംയുക്തമായി ഇസ്രായേലും അമേരിക്കയും ഹൂതികളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും അമേരിക്ക തന്നെ ഏകപക്ഷീയമായി ഹൂതികളെ ആക്രമിക്കുകയും ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തത് അധികം കാലം മുൻപല്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ അമേരിക്കയ്ക്ക് ഒരു മനം മാറ്റം സംഭവിച്ചോ? രണ്ടാമത്തെ ചോദ്യം. അവിടെയും ഇസ്രായേൽ ഒറ്റപ്പെടുകയാണോ? അമേരിക്കയുടെ പിൻബലമില്ലാതെ ഹൂതികളെ തങ്ങൾ നേരിട്ട് തന്നെ എതിർക്കേണ്ടി വരുമോ? ആ ഒരു ആശങ്ക ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ ഇറാൻ അമേരിക്ക ആണവ ഡീൽ ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. അപ്പം ഇസ്രായേൽ ഒരിക്കലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീൽ, ആണവ കരാർ, ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം
എന്നാവശ്യപ്പെടുന്ന, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഡീൽ. ആ ഡീൽ ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ പോലും ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലാകുന്നത് അവർക്ക് സ്വീകാര്യമല്ല. പക്ഷേ ഇറാനെ വീണ്ടും ഈ ഡീലുമായി അല്ലെങ്കിൽ ഡീലിന് വേണ്ടി പുഷ് ചെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപ്. അത് ഇസ്രായേലിന് വലിയ അലോസരമാണ് ഉണ്ടാക്കുന്നത് എന്ന് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, ട്രംപിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ വെസ്റ്റ് ഏഷ്യ സന്ദർശനം, പ്രത്യേകിച്ച് സൗദി അറേബ്യ UAE സന്ദർശന വേളയിൽ മുൻകാലങ്ങളിൽ നിരന്തരം ഉണ്ടായ അമേരിക്കൻ പ്രസിഡന്റിന്റെ വെസ്റ്റ് ഏഷ്യ സന്ദർശനത്തിൽ ടെൽ അവീവ് വാസ് എ പോയിന്റ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം നെതന്യാഹു അങ്ങ് ചെന്ന് വാഷിങ്ടൺ DC ചെന്ന് ട്രംപിനെ കണ്ട് തിരിച്ചു വന്നു. 1-2 പ്രാവശ്യം അവർ തമ്മിൽ വിശദമായ ചർച്ചകൾ നടത്തി. അതിനുശേഷവും ട്രംപ് ഒരു റിട്ടേൺ വിസിറ്റ് ഇസ്രായേലിലേക്ക് നടത്തിയില്ല എന്ന് പറയുമ്പോൾ ഒരു സൂചന അറബ് ലോകത്തിന് കൊടുക്കുകയാണ്, ഞങ്ങൾ ഇനി മുതൽ വെവ്വേറെ കാണുകയാണ്. ഇസ്രായേലുമായി ബ്രാക്കറ്റ് ചെയ്ത് അല്ല അറബ് ലോകത്തെ കാണുന്നത്. അറബ് ലോകവുമായ ബിസിനസ് വേറെ, ഇസ്രായേലുമായ ബന്ധം വേറെ. ഈ രീതിയിൽ അമേരിക്ക സ്ട്രിക്റ്റായി ബൈഫർക്കേറ്റ് ചെയ്യുന്നു എന്ന ഒരു ഞെട്ടലും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായി. ഇതിനെല്ലാം പുറമെയാണ് ഈ അമേരിക്കയുടെ മൈക്ക് വാൾട്സ്, അമേരിക്കയുടെ സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്ന മൈക്ക് വാൾട്സ് ഒന്ന് പുലിവാല് പിടിച്ചത് നമുക്കറിയാം. ഈ മൈക്ക് വാൾട്സിനെ അമേരിക്കൻ പ്രസിഡന്റ് പുറത്താക്കി. അപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹമാണ് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കി വെച്ചത്. അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു അനഭിമതനായ ആളെ, അല്ലെങ്കിൽ ഒരിക്കലും കടന്നു വരാത്ത ഒരു ആളെ, ഈ അമേരിക്കയുടെ ഒരു ആക്രമണ പദ്ധതി ഡിസ്കസ് ചെയ്യുന്ന അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്കയുടെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ അംഗങ്ങളും എല്ലാം ചേരുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മൈക്ക് വാൾട്സ് അറിയാതെ അറ്റ്ലാന്റ ജേർണലിന്റെ എഡിറ്ററെ ചേർത്തതുമായി ബന്ധപ്പെട്ട പുകിലാണ് ഇദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള വഴി കാട്ടിയത് എന്നായിരുന്നു പൊതുനിഗമനം. അല്ല എന്നിപ്പോൾ ബോധ്യമാവുകയാണ്. മൈക്ക് വാൾട്സ് ഇസ്രായേലുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് വലിയ ഉറപ്പാണ് കൊടുത്തിരുന്നത്. എന്താണ്? ഇറാനെ ആക്രമിക്കുന്ന പദ്ധതി വരുമ്പോൾ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക കട്ടക്ക് നിൽക്കും എന്ന ഉറപ്പ് നൽകിയ ഒരാളാണ്. ഇപ്പം എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്കയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് മാത്രമല്ല, പ്രസിഡന്റിന്റെ ഇഷ്ടക്കാരായ ടീം അംഗങ്ങൾ പലപ്പോഴും രാജ്യങ്ങൾക്ക് ചില ഉറപ്പുകൾ കൊടുക്കാറുണ്ട്. അത് പ്രസിഡന്റിന്റെ ഉറപ്പ് എന്ന ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, ട്രംപ് അങ്ങനെ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. ട്രംപ് ഇസ്രായേലിനെ വേറെ, ഇറാനെ വേറെ, സൗദിയെ വേറെ വെവ്വേറെ കാണുകയാണ്. എല്ലായിടത്തും സമാധാനം ഉണ്ടാകണം, അതെല്ലാം തൻ്റെ ക്രെഡിറ്റ്. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ വെടി നിർത്തിയാലും അതിന്റെ ക്രെഡിറ്റും അദ്ദേഹത്തിന് വേണം. അപ്പൊ ക്രെഡിറ്റ് ആഗ്രഹിക്കുന്ന ഒരു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മൈക്ക് വാൾട്സിനെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ മൈക്ക് വാൾട്സിന്റെ മേലും അമേരിക്കൻ ഭരണ സംവിധാനത്തിന്റെ മേലും. ഇന്ന് അതില്ല, അൺഫോർച്ചുനേറ്റ്ലി എന്ന് ഇസ്രായേൽ വേദനയോടെ മനസ്സിലാക്കുന്നു. പൂർണ്ണമായി ഇസ്രായേലിനെ അമേരിക്ക കൈയൊഴിയുന്നില്ല, അങ്ങനല്ല പറയുന്നത്. എന്നാൽ മുൻകാലത്തെ ആ ഒരു US എസ്റ്റാബ്ലിഷ്മെന്റിന് മേലുള്ള ഇസ്രായേലിന്റെ ആ ഒരു നീരാളിപ്പിടുത്തം, അതിൽ അയവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നെതന്യാഹു ഒരു കാര്യം ചെയ്തു. ട്രംപ് സന്ദർശന വേളയിൽ, ട്രംപിന്റെ വെസ്റ്റ് ഏഷ്യ സന്ദർശന വേളയിൽ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം കടുപ്പിച്ചു. നെതന്യാഹു ഈ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം വല്ലാതെ കടുപ്പിച്ചു, ഉപരോധവും കടുപ്പിച്ചു. ഇപ്പൊ കടുത്ത ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലെത്തി നിൽക്കുകയാണ് 365 ചതുരശ്ര കിലോമീറ്ററിലായി വിന്യസിച്ചു കിടക്കുന്ന ഗാസ മുനമ്പ്. പൂർണ്ണമായ തകർച്ചയിലാണ്. എന്ന് പറഞ്ഞാൽ 100,000-ൽ പരം പേരുടെ എന്താ പറയുക അംഗഭംഗം വന്ന് ജീവച്ഛവങ്ങളായി മാറിയിരിക്കുന്നു. 63,000 പേര് കാലയവനിക്കുള്ളിൽ മറിഞ്ഞു. അവർ ഈ ഭൂമുഖത്തില്ല, അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്, ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരാണ്. അപ്പൊ ഇസ്രായേലിനെ നഷ്ടപ്പെട്ട ജീവനേക്കാൾ എത്രയോ ഇരട്ടി ജീവനുകളാണ് ഗാസയിൽ പൊലിഞ്ഞു വീണത്. അതുപോലെ കുട്ടികളുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം നടത്തിയ കണക്കെടുപ്പിൽ കാണുന്നത് ഇപ്പോൾ ട്രക്കുകൾ അകത്തേക്ക് വരുന്നില്ല. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുമായി, അതായത് പുതപ്പ്, മരുന്ന്, ആഹാരം, മറ്റു കാര്യങ്ങൾ, ജലം, ഇന്ധനം, ഇതൊക്കെ ആയിട്ട് ഇസ്രായേലിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ ഈജിപ്തിന്റെ അതിർത്തി കടന്ന്, റഫ അതിർത്തി കടന്ന് ട്രക്കുകൾ, ദിവസം 500 ട്രക്കുകളെങ്കിലും കടന്നു വന്നെങ്കിൽ മാത്രമേ ഗാസയുടെ വറുതിക്ക്
അറുതി ഉണ്ടാകും. ഇപ്പോൾ കേവലം 24 ട്രക്കുകളാണ് കഴിഞ്ഞ ദിവസം കടത്തിവിട്ടത്. അതിൽ തന്നെ ഒരെണ്ണമാണ് ഡെസ്റ്റിനേഷനിലെത്തിയത്. അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രത്യേക താല്പര്യപ്രകാരം കടത്തിവിട്ട ട്രക്കുകളാണ്. അത് ഇസ്രയേലിന്റെ സൈനികർ തന്നെ വഴി തിരിച്ചുവിട്ടു, അല്ലെങ്കിൽ കുറെ പേർ അത് കൊള്ളയടിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. UAE ശക്തമായി പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 14,000 കുട്ടികളെങ്കിലും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ, അതായത് കഴിഞ്ഞ മിനിഞ്ഞാന്നത്തെ റിപ്പോർട്ടാണ്, അപ്പൊ ഇന്ന് വരെയുള്ള സമയത്തിനുള്ളിൽ മരിച്ചു വീഴും. വേണ്ട രീതിയിൽ ഭക്ഷണവും ജലവും മരുന്നുകളും ഗാസയിൽ എത്തിയില്ലെങ്കിൽ ഈ ടോള് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഹമാസ് അനുഭവിക്കുന്ന മറ്റൊരു വിഷമതയുണ്ട്. ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പ് ഏതാണ്ട് പൂർണ്ണമായി, യഹിയ സിൻവാർ ഉൾപ്പെടെയുള്ള ടോപ്പ് ലീഡർഷിപ്പ് പൂർണ്ണമായി എലിമിനേറ്റഡ് ആയി. ഇപ്പോൾ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം താറുമാറായി. ഹമാസിന്റെ പിന്നെ അവര് പോരാട്ടം നടത്തുന്ന ആളുകൾ, അവർക്ക് ശമ്പളമുണ്ട്. അവരുടെ ശമ്പളം 4 മാസമായി ആ ശമ്പള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു. 900 ഇസ്രായേലി ഷെയ്ക്കലാണ് ഈ 4 മാസത്തേക്ക് അവർക്ക് ഉള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 21,000 രൂപ, ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ. 21,000 രൂപയ്ക്ക് തുല്യമായ ആ ഒരു അലവൻസ് അതുപോലും കൊടുക്കാൻ ഇപ്പോൾ ഗാസയുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഹമാസിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. അപ്പൊ പൂർണ്ണമായ ഒരു തകർച്ചയാണ് അത് കാണുന്നത്. അതുകൊണ്ട് ഈ ലണ്ടൻ കേന്ദ്രീകൃതമായ ഒരു മാഗസിൻ അവരുടെ റിപ്പോർട്ട്, അവർ വളരെ സ്റ്റഡി ചെയ്ത ഒരു റിപ്പോർട്ടാണ്, അഷാർക്ക് അൽ അസ്വാത്ത് എന്ന ആ ഒരു സ്റ്റഡി പ്രോഗ്രാം റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് അതീവ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഗാസയിൽ. ഇത് അമേരിക്ക ഒരു മെല്ലപ്പോക്ക് തുടരുമ്പോൾ ഇസ്രയേലിനോടൊരു തണുത്ത പ്രതികരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തണുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഗാസയ്ക്ക് നേരെ ശക്തമായ ഉപരോധം തുടരും, ഗാസയെ പൊറുതി മുട്ടിക്കും, ഗാസയെ കംപ്ലീറ്റ്ലി ചോക്ക് ചെയ്യും എന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു വെസ്റ്റ് ഏഷ്യ സിറ്റുവേഷനിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇറാനുമായി ഒരു കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ഇസ്രയേലിന് അത് അംഗീകരിക്കാതിരിക്കാനാവില്ല. അമേരിക്ക ഇറാൻ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ഇസ്രയേലിന് അത് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഇത് അമേരിക്കയുടെ ഒരു പ്ലാൻ ആണോ? ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ആത്യന്തികമായി അമേരിക്കയുടെ പ്ലാൻ ആണോ ഇങ്ങനെയുള്ള ഇറാനുമായി ഉള്ള ഒരു ഡീൽ എന്നതും ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാലും ഇപ്പോൾ പ്രകടമായി കാണുന്നത്, കഴിഞ്ഞ 2 ആഴ്ചയായി കാണുന്നത്, മുൻകാലങ്ങളിലെ ആഴത്തിലുള്ള സൗഹൃദം അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ ഇല്ല. അത് ആത്യന്തികമായി ഇല്ല എന്നർത്ഥമില്ല. ആത്യന്തികമായി ഇസ്രയേലി ഇൻട്രസ്റ്റ് കൺവേർജ് വിത്ത് ലാർജർ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സ്. അതുള്ളിടത്തോളം കാലം ഇസ്രയേലിനെ അമേരിക്ക പൂർണ്ണമായി കൈവിടില്ല. പക്ഷേ ഇസ്രയേലിനെ സമ്മർദ്ദപ്പെടുത്തി ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാകും. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇസ്രയേൽ പൂർണ്ണമായി കേൾക്കുന്നില്ല എന്നൊരു പരിഭവം ട്രംപിനുള്ളത് കൊണ്ടാണോ ട്രംപ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? ഇതും അറിയില്ല. മാത്രമല്ല, ട്രംപ് ഒരു നിലപാട് പ്രഖ്യാപിക്കും, അതിൽ നിന്ന് പിന്നോട്ട് പോകും, മറ്റൊന്ന് പ്രഖ്യാപിക്കും, പിന്നോട്ട് പോകും. അപ്പൊ ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് ട്രംപിൻ്റെത്. അതുകൊണ്ട് ട്രംപിന്റെ നിലപാടുകൾ അനുസരിച്ച് ഒരു കാര്യത്തിൽ തീർച്ചമൂർച്ച വരുത്താനും നമ്മളൊക്കെ ഇത് നോക്കിക്കാണുമ്പോൾ അതും ബുദ്ധിമുട്ടായി വരുന്നു. നമ്മുടെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് വെസ്റ്റ് ഏഷ്യൻ പോളിറ്റിക്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.